Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്ത് പുലി വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോയി. പുലി നായയെ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടുവെന്ന് വീട്ടുകാർ. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്ത് കൊല്ലക്കൊമ്പിൽ ആന്റണിയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി കടിച്ചു കൊണ്ടുപോയത്. 12,000 വനമേഖലയിൽ നിന്നുമെത്തിയ പുലിയാണ് നായയെ കൊണ്ടുപോയത്. ഇതിനു മുൻപ് ആന്റണിയുടെ ഒരു വളർത്തുനായയെ പുലി കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് നായയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ നായയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന പുലിയെ കണ്ടു. ഒച്ച വെച്ചതോടെ നായയെ ഉപേക്ഷിച്ച് അന്ന് പുലി രക്ഷപ്പെട്ടു. തൊഴുത്തിലെ പശുക്കുട്ടിയെയും പുലി കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പുലിയെ കണ്ട കാര്യം അകമ്പാടൻ ഡെപ്യൂട്ടി റേഞ്ചറെ അറിയിച്ചിട്ടുണ്ട്. പുലിയുള്ള വനമേഖലയാണ് 12,000 വനമെന്നും അതിനാൽ നേരം പുലരാതെ പുറത്ത് ഇറങ്ങരുതെന്നും വനപാലകർ അറിയിച്ചിട്ടുണ്ടെന്നും ആന്റണി പറഞ്ഞു. ഇന്നലെ രാത്രി പുലി വന്നു പട്ടിയെ പിടിച്ചോണ്ട് പോയി. ഒരു 3:30 ആയപ്പം വന്ന് പുലി പട്ടിയെ കൊണ്ട് പോയി. ഇതിന് മുന്നേ ഒരു ദിവസം വന്നു, പിന്നെ ഒരു മാസം മുന്നേ വന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്ന് ഒരു ടാർപ്പായ തട്ടി വീണുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അതിന് മുന്നേ മൂരിയെ പിടിച്ചു. ഒരു മൂരി ഉണ്ടായിരുന്നു, അതിനെ പിടിച്ചു വട്ടം കറക്കി വീണതേ ഉള്ളൂ. അതിലും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ പട്ടിയെ കൊണ്ട് പോയത്. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്, പശുക്കളും പശുക്കിടാക്കളും ആടുകളും. അതിന് എന്തെങ്കിലും ഇത് ചെയ്യണം, സഹായം ചെയ്യണം. ഫോറസ്റ്റുകാർ വന്ന് നോക്കി, അവർ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. കൂട് വെക്കാൻ പറഞ്ഞ അവർ കൂടൊന്നും വെച്ചിട്ടില്ല. കൂട് വെച്ചാൽ അതിനെ കിട്ടും. അത് വരുന്ന വഴി നോള് വെച്ചതാണ്. ഫോറസ്റ്റ് സൈഡിലൊന്നും കമ്പിവേലി കറണ്ടൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ഈ ക്ഷീരകർഷകൻ പുലർച്ചെ 3 മണിയോടെയാണ് ടാപ്പിംഗ് നടത്തുന്നത്. പുലി വന്നതിനാൽ ഇന്ന് നേരം പുലർന്ന ശേഷമാണ് ടാപ്പിംഗ് നടത്തിയതെന്നും ആന്റണി പറഞ്ഞു. വനം വകുപ്പ് അടിയന്തരമായി വനാതിർത്തിയിൽ ക്യാമറ സ്ഥാപിക്കണമെന്നും അതിനുശേഷം കെണിവെച്ച് പുലിയെ പിടികൂടണമെന്നും ആന്റണിയുടെ ഭാര്യ അച്ചാമ്മ പറഞ്ഞു. കഴിഞ്ഞ മാസം പുലി ആക്രമിച്ച തങ്ങളുടെ നായ പിന്നെ കുരച്ചിട്ടില്ല. 2 നായകളിൽ ഒന്നിനെ ഇന്നലെ കൊണ്ടുപോവുകയും ചെയ്തു. പുലിയെ പിടികൂടാൻ ഉടൻ കെണി സ്ഥാപിക്കണമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനും ആവശ്യപ്പെട്ടു. 12,000 വനമേഖലയിൽ പുലി സാന്നിധ്യമുണ്ടെന്നും അതിനാൽ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി റേഞ്ചർ മൊഹസിനും അറിയിച്ചു. മൂലപ്പാടം പ്രദേശം എന്ന് പറഞ്ഞാൽ കുടിയേറ്റ ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ആന്റണിയുടെ വീട്ടിൽ വന്ന് പുലി ഒരു നായയെ കടിച്ചു കൊന്ന് പോയിരിക്കുകയാണ്. അപ്പം ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ ഭീതിയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ കോളനി നിവാസികൾ മിക്ക വീടുകളിലും ആടും ഒക്കെയുള്ള വീട്ടുകാരാണ്. സമയത്ത് ചിലപ്പോൾ പുലികൾ ചിലപ്പോൾ ഈ ഭാഗത്തേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് വനം വകുപ്പ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ക്യാമറ വെച്ച് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും. പുലി കഴിഞ്ഞ ദിവസം വന്ന് പട്ടീനെ പിടിച്ചു. ഞങ്ങൾ കണ്ടു പിടിക്കുന്നത്. അത് കാരണം ഞങ്ങൾ വേഗം ഒച്ച കേട്ടപ്പോൾ ചാടി ഇറങ്ങിയത് കൊണ്ട് അവനെ ഇട്ടിട്ട് പോയി. പിന്നെ ഒരു മൂരിനെ വന്ന് സമയം ഒരു 7:30 ആയിട്ടേ ഉണ്ടാവുള്ളൂ. ആ 7:30 സമയത്ത് വന്ന് വലിയ മൂരിയായിരുന്നു. മേരിയെ പിടിക്കാൻ വന്നു. മൂരി കയറൊക്കെ ചുറ്റി നിലത്ത് വീണ്. ഞങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് അവനെ ഇട്ടിട്ട് പോയി. പിന്നെ 2 ദിവസം മുമ്പാണ് ഇവന്റെ കൂടെയുള്ള പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത്. ഇവരെ വളർത്തുന്നത് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം മനുഷ്യരൊന്നും വന്നാൽ തന്നെ ഇവർ കുരയ്ക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്, പുലിയുണ്ടോ എന്ന്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.